നബിവാക്യം: ശപിക്കപ്പെട്ട 3 കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ പിന്മാറുക. അരുവികളിലും വഴിയോരങ്ങളിലും മനുഷ്യർ വിശ്രമിക്കുന്ന തണലുകളിലും മലമൂത്രം വിസർജനം നടത്തുക എന്നതാണത്. ശപിക്കപ്പെട്ട കാര്യങ്ങളെന്ന് പറയാൻ കാരണം ഈ സ്ഥലങ്ങളിലൊക്കെ മലമൂത്ര വിസർജനം നടത്തിയാൽ ജനങ്ങളുടെ ശാപം മാത്രമല്ല, ദൈവകോപവും കൂടി ക്ഷണിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത്. മലമൂത്ര വിസർജനം നടത്തുമ്പോൾ പാലിക്കേണ്ട ചില മര്യാദകൾ നബി പഠിപ്പിച്ചിട്ടുണ്ട്. സംസ്കാരമുള്ള ഒരു ഉത്തമ സമൂഹത്തെ സൃഷ്ടിക്കലാണ് അതിൻ്റെ ലക്ഷ്യം. കന്നുകാലികൾ ഭക്ഷിക്കുകയും വിസർജിക്കുകയും ചെയ്യുന്നത് പോലെ മനുഷ്യർ ചെയ്യരുത് എന്നർത്ഥം. കുറേശ്ശെ ഒഴുകുന്ന വെള്ളത്തിലും കെട്ടിനിൽക്കുന്ന വെള്ളത്തിലും മലമൂത്ര വിസർജനം നടത്താൻ പാടില്ല. മാളങ്ങളിലും പൊത്തുകളിലും വിസർജിക്കരുത്. കാരണം നമുക്ക് കാണാൻ കഴിയാത്ത പല ജീവികളും അതിൽ വസിക്കുന്നുണ്ടാവും. അതുപോലെ കാറ്റടിച്ച് വീശുന്ന സ്ഥലങ്ങളിലും ആളുകൾ വിശ്രമിക്കാനിരിക്കുന്ന സ്ഥലങ്ങളിലും ഫലം കായ്ക്കുന്ന മരങ്ങളുടെ ചുവട്ടിലും ശ്മശാനങ്ങളിലും മലമൂത്ര വിസർജനം നടത്താൻ പാടില്ല. വിസർജന സ്ഥലത്ത് പ്രവേശിക്കുമ്പോൾ പാദരക്ഷ അഥവാ ചെരുപ്പ് ധരിക്കണം. കാരണം ഹുക്കുവേം പോലുള്ള ബാക്ടീരിയകൾ ശരീരത്തിൽ പ്രവേശിക്കുകയും പലതരം രോഗങ്ങൾ പിടിപെടുവാൻ അത് കാരണമായി തീരുകയും ചെയ്യുമെന്ന് ആധുനിക വൈദ്യശാസ്ത്രം പറയുന്നുണ്ട്. വിസർജന വേളയിൽ സംസാരിക്കാതിരിക്കുക. വിസർജനത്തിന് നിശ്ചയിച്ച സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഇടത്തേക്കാൽ ആദ്യം വെക്കുകയും അവിടെ നിന്ന് പുറത്ത് കടക്കുമ്പോൾ വലത്തേക്കാൽ ആദ്യം എടുത്തു വെക്കുകയും ചെയ്യുക. വിസർജന സ്ഥലത്ത് പ്രവേശിക്കുമ്പോൾ പൈശാചികമായ എല്ലാ ദുഷിച്ച കാര്യങ്ങളിൽ നിന്നും രക്ഷ തേടുവാൻ പ്രാർത്ഥിക്കുകയും അവിടെ നിന്ന് പുറത്ത് വരുമ്പോൾ എന്നിൽ നിന്നും ഈ മാലിന്യങ്ങൾ നീക്കം ചെയ്ത് എനിക്ക് സൗഖ്യം നൽകിയ ദൈവത്തിന് സ്തുതി, അതായത് ദൈവത്തോട് നന്ദി പറയുക എന്നർത്ഥം. മൂത്രപ്പുരയിലോ കക്കൂസിലോ അല്ലാതെ പുറത്താണ് മലമൂത്ര വിസർജനം ചെയ്യുന്നതെങ്കിൽ ഒരു മറ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. ആ മറയുടെ ഭാഗത്തായി ആയിരിക്കണം ഇരിക്കേണ്ടത്. അതുപോലെ മലമൂത്ര വിസർജനത്തിന് ശേഷം വെള്ളം ഉപയോഗിച്ച് ഇടത് കൈ കൊണ്ട് അവയവങ്ങളൊക്കെ നന്നായി കഴുകി ശുദ്ധീകരിക്കുകയും ശേഷം സോപ്പ് ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുകയും വേണം. ഇത്യാദി മര്യാദകൾ നന്നായി പാലിക്കുകയാണെങ്കിൽ പകർച്ചവ്യാധികളെ തടയുവാനും അതുവഴി ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കാനും കഴിയുമെന്ന കാര്യത്തിൽ സംശയമില്ല.